ദൈവം നിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്ക് ഒരു കൊയ്ത്ത് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം നിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്ക് ഒരു കൊയ്ത്തുണ്ട്. എല്ലാവർക്കും നല്ലൊരു പ്രഭാതവന്ദനം ഞാൻ ആശംസിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ദൈവം ഒരുക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചെറിയ ചിന്ത നിങ്ങളോട് പ്രവചനാത്മാവിൽ കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹോശയുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: യഹൂദേ, ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്തുണ്ട്. എന്തനുഗ്രഹിക്കപ്പെട്ട വചനമല്ലേ പ്രിയരെ. വചനം പറയുന്നു, ഞാൻ നിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കൊരു കൊയ്ത്ത് ഉണ്ട്. ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു പ്രവചനമാണ്. ഹോശയ ദൈവാത്മാവിൽ യഹൂദയോട്, യഹൂദ ജനത്തോട്, യഹൂദ ഗോത്രത്തോട് വീണ്ടും ദൈവാത്മാവ് ഇന്നലകളിൽ കൈമാറിയ ദൂതിനെ അടർത്തിയെടുത്ത് വീണ്ടും അവരെ ഉറപ്പിക്കുന്ന, ദൈവം വിശ്വസ്തനെന്ന് അവരോട് വീണ്ടും ഓർമ്മിപ്പിക്കുന്നൊരു പദമാണ്. ഞാനിങ്ങനെ പറയാം, നീ മറന്നാലും ദൈവം നിന്നോട് പറഞ്ഞ ദൂത് ദൈവം മറക്കില്ല. മറന്നുപോകാൻ, മാറുവാൻ അവൻ മനുഷ്യനല്ല. ദൈവമാണോ നിന്നോടൊരു ദൂത് കൈമാറിയത്, എൻ്റെ ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും. ഇവിടെ വചനം പറയുന്നു, ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും. നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്. ഈ പ്രഭാതത്തിൽ നിങ്ങളോട് ദൈവിക ദൂത് കൈമാറുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും വ്യത്യസ്ത സ്ഥിതികളിൽ, സാഹചര്യങ്ങളിൽ പാർക്കുന്നവരാണ്, വസിക്കുന്നവരാണ്. എൻ്റെ ജീവിതം പോലെ ആയിരിക്കില്ല നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ ജീവിതം പോലെ ആയിരിക്കില്ല നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെത്. എല്ലാവരും യൂണിക്കാണ്, വ്യത്യസ്തരാണ്. പക്ഷേ ഞാൻ ഇങ്ങനൊരു ദൂത് കൈമാറാം. നിങ്ങൾ ഏത് സ്ഥിതിയിലിരുന്നാലും, കഷ്ടതയുടെ ഏതവസ്ഥയിലിരുന്നാലും, രോഗിയാണോ, കടഭാരമാണോ, ഉപജീവന മേഖല എല്ലാം ബ്ലോക്കായാണോ, കുടുംബജീവിതം തകർന്നാണോ, ശുശ്രൂഷ സ്റ്റക്കായാണോ, ശുശ്രൂഷയുടെ വാതിലുകൾ അടഞ്ഞാണോ, ഏത് സാഹചര്യത്തിലിരുന്ന് ഈ ദൂത് കേട്ടാലും ഒരു ദൂത് എനിക്ക് പറയാനുണ്ട്. നിൻ്റെ സ്ഥിതി എന്തായിക്കൊള്ളട്ടെ, നിൻ്റെ സ്ഥിതി മാറ്റാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിയുള്ളൂ, അതെൻ്റെ ദൈവമാണ്. ഈ പകൽക്കാലം ആര് വിചാരിച്ചാലും നിൻ്റെ സ്ഥിതി മാറാൻ കഴിയില്ല. നമ്മളൊക്കെ പറയാറുണ്ട്, പാസ്റ്റർ ഇന്ന വ്യക്തി എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞതാ, ഇന്ന വ്യക്തി എൻ്റെ തലമുറയ്ക്ക് വേണ്ടി കരുതാമെന്ന് പറഞ്ഞതാ, ഇന്നയാൾ എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞതാ, ഇന്നയാൾ എൻ്റെ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞതാ. പ്രിയരെ, ഉലകത്തിൽ ആര് വിചാരിച്ചാലും നിൻ്റെ സ്ഥിതി മാറില്ല. ഇവരെല്ലാം പറയത്തേ ഉള്ളൂ. സാഹചര്യത്തോടെത്തുമ്പോൾ ഇവരെല്ലാം ഓടി ഒളിക്കും. ഇൻ കേസ് അവർ നിന്നെ സഹായിച്ചാൽ പോലും നിന്റെ സ്ഥിതി മാറണമെന്നില്ല. എത്രയോ പേർ നിന്നെ സഹായിക്കാനുണ്ട്, എത്രയോ പേർ നിനക്ക് വേണ്ടി കരുതാനുണ്ട്, എത്രയോ പേർ നിന്നെ താങ്ങാനുണ്ട്. എന്നിട്ടും നിന്റെ വേദന മാറിയോ? നിന്റെ നിന്ന മാറിയോ? നിന്റെ സ്ഥിതി മാറിയോ?
ഇവിടെ വചനം പറയുന്നു, ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും. നമ്മുടെ പരാജയം നമ്മൾ തന്നെ നമ്മുടെ സ്ഥിതിയെ ചേഞ്ച് ചെയ്യാൻ നോക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഹാർഡ് വർക്ക് ചെയ്യരുതെന്നല്ല, അധ്വാനിക്കരുതെന്നല്ല. ഇതെല്ലാം ഒരു വ്യക്തിക്ക് വേണം. പക്ഷെ ഇതെല്ലാം ചെയ്തത് കൊണ്ടും സ്ഥിതി മാറണമെന്നില്ല. അധ്വാനിക്കുന്ന നന്മകൾ നിന്റെ കൂടാരത്തിനകത്ത് സേഫായിരിക്കണമെന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു മാതാവ് എന്നെ വിളിച്ചിട്ട് പറയുക, പക്ഷെ നീണ്ട വർഷങ്ങൾ ഞാൻ എൻ്റെ തലമുറകൾക്ക് വേണ്ടി എൻ്റെ ആയുസ്സിനെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തു. അവർ പറഞ്ഞതിൻ്റെ സാരം, അവർക്ക് ലഭിച്ച എല്ലാ നന്മകളും അവിടെ തലമുറകൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ ഞാൻ വളർത്തി വലുതാക്കിയപ്പോൾ അവരെല്ലാം ദൈവകൃപ വിട്ടുപോയി. ഇന്നെൻ്റെ സ്ഥിതി, ഞാൻ അനാഥയാണ്. ആരും എനിക്കില്ല. ഒന്ന് പ്രാർത്ഥിക്കാമോ? പ്രിയരെ, അർത്ഥം പണത്തിന് നിന്റെ സ്ഥിതിയെ മാറ്റാൻ കഴിയില്ല. നിന്റെ ആൾബലത്തിന് നിന്റെ സ്ഥിതിയെ മാറ്റാൻ കഴിയില്ല. നിന്റെ കൂടെ മധുരവാക്ക് പറയാൻ 3-4 പേരുണ്ടായാലും, നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല കുടുംബം നിനക്കുണ്ടായാലും നിന്റെ സ്ഥിതി മാറണമെന്നില്ല. സ്ഥിതി ആരാണ് മാറ്റുന്നത്? സ്ഥിതി ദൈവമാണ് മാറ്റുന്നത്. ഈ പകൽക്കാലം ദൈവത്തോട് പറയണം, കർത്താവേ, ഹോശയ പറയുന്നത് പോലെ അങ്ങയ്ക്ക് മാത്രമേ സ്ഥിതി മാറ്റാൻ കഴിയൂ. ഈ പകൽ എൻ്റെ സ്ഥിതിയെ ഒന്ന് മാറ്റണമേ. കരയാൻ കഴിയുമോ? പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഒത്തിരി പേരുടെ അടുക്കൽ എൻ്റെ സ്ഥിതിയൊന്ന് മാറ്റാൻ വേണ്ടി പോയില്ലേ? ഒത്തിരി പേരുടെ മുൻപിൽ ഒന്ന് സപ്പോർട്ടിന് വേണ്ടി പോയില്ലേ? അവർക്കൊന്നും കഴിഞ്ഞില്ലല്ലോ. ഈ പകൽ ദൈവത്തോട് പറ, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തോട് കരയുക, കർത്താവേ, എൻ്റെ ഒന്ന് സ്ഥിതി ഒന്ന് മാറ്റണമേ. കാരണം പ്രിയരെ, സബിൻ പാസ്റ്റർ വിചാരിച്ചാൽ നിങ്ങളുടെ സ്ഥിതി മാറില്ല. പക്ഷെ ദൈവം വിചാരിച്ചാൽ നിന്റെ സ്ഥിതി മാറും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, യഹൂദേ, ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ, ആര്? ദൈവം ദൈവത്തിൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ. അർത്ഥം, ദൈവം നമ്മുടെ സ്ഥിതി മാറ്റുമ്പോൾ, ദൈവം നിൻ്റെ സ്ഥിതിയെ മാറ്റുന്നൊരു സമയമുണ്ട്. എന്നും കണ്ണുനീരല്ല, എന്നും നിന്നയല്ല, എന്നും കഷ്ടതയല്ല, എന്നും വേദനയല്ല, എന്നും ഞെരുക്കമല്ല, എന്നും രോഗമല്ല, എന്നും അപമാനമല്ല, എന്നും അവഗണനയല്ല. നിൻ്റെ സ്ഥിതിയെ മാറ്റുന്നൊരു സമയമുണ്ട്. നിൻ്റെ സ്ഥിതിയെ മാറ്റുന്നൊരു സമയമുണ്ട്. യോസഫേ, എന്നും പൊട്ടക്കിണറല്ല, എന്നും അടിമച്ചന്തയല്ല, എന്നും പോത്തിഫറിൻ്റെ ഭവനത്തിനകത്തുള്ള നിന്നയല്ല, എന്നും കാരാഗ്രഹമല്ല. നിൻ്റെ സ്ഥിതിയെ മാറ്റുന്നൊരു ദിവസമുണ്ട്. വചനം പറയുന്നു, യോസേഫിൻ്റെ സ്ഥിതിയെ എൻ്റെ ദൈവം മാറ്റി. കാരാഗ്രഹത്തിൽ കൊണ്ടുവന്നവനെ എൻ്റെ ദൈവം അവൻ്റെ സ്ഥിതിയെ മാറ്റിയപ്പോൾ രാജകീയ സിംഹാസനത്തിൽ ഇരിക്കത്തക്ക നിലവാരത്തിൽ എൻ്റെ ദൈവം അവൻ്റെ സ്ഥിതിയെ മാറ്റിയെങ്കിൽ, ഈ പകൽക്കാലം നിന്നയനുഭവിച്ച് കണ്ണുനീരനുഭവിച്ച് ജീവിതകാലം മുഴുവനും ജനിച്ച നാൾ മുതൽ ഇതുവരെയും വേദന, കൈപ്പേറിയ ജീവിതം, കഷ്ടത, നിന്ന, അപമാനം, ഇതെല്ലാം സഹിച്ച് ജീവിച്ചിട്ടും നാളെ ഒരു പ്രതീക്ഷയില്ലാതെ ആരൊക്കെ ഇരിക്കുന്നുണ്ട്. എൻ്റെ ദൈവം യോസേഫിൻ്റെ സ്ഥിതിയെ മാറ്റിയതുപോലെ നിൻ്റെ സ്ഥിതിയെ മാറ്റും. നിൻ്റെ കണ്ണുനീരിനെ മാറ്റും, നിൻ്റെ അവഗണനകളെ മാറ്റും, നിൻ്റെ നിന്നയെ മാറ്റും, നിൻ്റെ വേദനയെ മാറ്റും, നിൻ്റെ കഷ്ടതയെ മാറ്റും, നിന്റെ വിലാപത്തെ മാറ്റും. എൻ്റെ ദൈവം നിന്റെ സ്ഥിതിയെ മാറ്റും. പ്രിയരെ, ദൈവം യോസേഫിൻ്റെ സ്ഥിതിയെ മാറ്റിയപ്പോൾ ദൈവാത്മാവിൽ പറയുന്നത് പോലെ ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതിയെ മാറ്റിയപ്പോൾ ദൈവം അവർക്കൊരു കൊയ്ത്ത് വച്ചിരുന്നു. ഷാബാർ, എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയും? ദൈവം നിൻ്റെ സ്ഥിതിയെ മാറ്റുമ്പോൾ നിനക്കൊരു കൊയ്ത്തുണ്ട്, നിനക്കൊരു മാന്യതയുണ്ട്. നീ കഷ്ടതയിൽ വിതച്ചില്ലേ? വേദനയുടെ സാഹചര്യത്തിനകത്തിരുന്ന് വിതച്ചില്ലേ? കണ്ണുനീരോടെ ദൈവരാജ്യത്തിന് വേണ്ടി നിന്നില്ലേ? പിന്മാറിപ്പോകാൻ 100 കാര്യങ്ങളുണ്ടായിരുന്നിട്ടും
കൂടെയുണ്ടായിരുന്നവരെല്ലാം പിന്മാറിപ്പോയിട്ടും ഈ ദൈവത്തെ വിട്ടൊരു ജീവിതമില്ലെന്ന് നീ പറഞ്ഞില്ലേ. നിനക്കൊരു കൊയ്ത്തുണ്ട്. എൻ്റെ ദൈവം നിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കൊരു കൊയ്ത്തുണ്ട്. വിശ്വാസത്തോടെ ആ പദം പറ, നിനക്കൊരു കൊയ്ത്തുണ്ട്. യോസേഫിൻ്റെ സ്ഥിതി എൻ്റെ ദൈവം മാറ്റിയപ്പോൾ അവൻ്റെ ദൈവം ഒരു കൊയ്ത്തൊരുക്കിയിരുന്നു. യോസേഫിനോട് ഫറവോൻ പറഞ്ഞു, ആദ്യത്തെ 7 വർഷം സമൃദ്ധിയുടെ വർഷമല്ലേ. ആ സമൃദ്ധിയുടെ കാലത്ത് ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമ്പോൾ കൊയ്ത് ശേഖരിച്ച് ഈ കാൽക്കുലേഷൻ, ഈ കൊയ്ത്തിനെയെല്ലാം ഭണ്ഡാരത്തിൽ ശേഖരിച്ച് ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, ഒരുപോലെ ജനത്തിന് പകുത്തു കൊടുക്കാൻ ഈ ദേശത്ത് ഫറവോൻ പറയുന്ന പദമുണ്ട്, യോസേഫേ നിന്നെപ്പോലൊരു ജ്ഞാനിയില്ല, അതുകൊണ്ട് ആരെയും ഞാൻ ഇരുത്തുന്നില്ല, നീ തന്നെ എൻ്റെ ഖജനാവിൻ്റെ, എൻ്റെ ഭണ്ഡാരത്തിൻ്റെ ഗ്രഹവിചാരകനായി, അർത്ഥം നീ തന്നെ മിസ്രൈമിൻ്റെ ധനകാര്യ മന്ത്രിയായിരിക്കണം. ദൈവം യോസേഫിൻ്റെ സ്ഥിതി മാറ്റിയപ്പോൾ ഫറവോൻ യോസേഫിൻ്റെ മേൽ ദൈവം കൊടുത്ത ഫേവർ തിരിച്ചറിഞ്ഞപ്പോൾ ദൈവം യോസേഫിനൊരുക്കിയത് ധനകാര്യ മന്ത്രിയുടെ കസേര, അർത്ഥം രാജകൊട്ടാരത്തിനകത്തൊരു സിംഹാസനം. ആ സിംഹാസനത്തിലിരുന്നപ്പോൾ വചനം പറയുന്നു, സമൃദ്ധിയുടെ 7 വർഷം മിസ്രയീം മുഴുവനും, ദേശം മുഴുവനും സമൃദ്ധമായി വളർന്നു. വയലുകൾ വിളഞ്ഞു, ധാന്യങ്ങളുണ്ടായി. ഈ നെൽമണികളെല്ലാം യോസേഫ് കൊയ്തെടുത്തു. ഇന്നലകളിൽ കരഞ്ഞവനാണ്, ഇന്നലകളിൽ പൊട്ടക്കിണൽ കിടന്നവനാ, ഇന്നലയിൽ അടിമച്ചന്തയിൽ നിന്നവനായ, ഇന്നലകളിൽ സ്വന്തം ജനം അവനെ തകർത്തവനാ, ചെയ്യാത്ത കുറ്റത്തിന് അപമാനിക്കപ്പെട്ട് കാരാഗൃഹത്തിൽ കിടന്നവനാ. ഇന്ന് കൊയ്തെടുക്കുന്നത് കണ്ടോ? അനേകർ നിന്നെ കണ്ട് പറയാൻ പോവുക, നിന്റെ സ്ഥിതി ദൈവം മാറ്റിയപ്പോൾ ദൈവം നിനക്കൊരു കൊയ്ത്ത് വെച്ചെന്ന്. വചനം പറയുന്നു, ഈ കൊയ്തതിനെല്ലാം ശേഖരിക്കാൻ പണ്ണകശാലകളെ യോസേഫ് തുറന്നു, പണിതു. ജോസഫ് ബിൽഡ് സ്റ്റോർ ഹൗസസ് എന്നാണ് ഇംഗ്ലീഷ് പദം. പണ്ണകശാലകളെ അവൻ പണിതു. അവൻ പണിത പണ്ണകശാലകളിൽ കൊയ്ത ധാന്യങ്ങൾ കൊണ്ടു നിറച്ചു. യോസേഫ് അളക്കാൻ തുടങ്ങി. അളക്കാൻ കഴിയാത്തവണ്ണം ധാന്യങ്ങൾ കൊണ്ട് പണ്ണകശാലകൾ നിറഞ്ഞതുകൊണ്ട് അളവ് നിർത്തിവെച്ചു. അർത്ഥം, ദൈവം സ്ഥിതി മാറ്റിയാൽ, ദൈവം നിനക്കൊരു കൊയ്ത്ത് വച്ചാൽ, നീ കൊയ്യുമ്പോൾ അളവില്ലാതെ കൊയ്യും. ഇന്നലകളിൽ കരഞ്ഞതിന്, ഇന്നലകളിൽ വേദനിച്ചതിന്, ഇന്നലകളിൽ ഒറ്റയ്ക്കിരുന്ന് വേദനിച്ചതിന്, പൊട്ടക്കണ്ണിനകത്ത് വീണതിന്, അടിമച്ചന്തയിൽ നിന്നതിന്, പോത്തീഫറിൻ്റെ വീട്ടിൽ വിശുദ്ധിക്ക് വേണ്ടി ഓടിയതിന്, കാരാഗ്രഹം നിനക്ക് സമ്മാനിച്ചെങ്കിലും അതിലും ദൈവസന്നിധി വിശ്വസ്തയോടെ നിന്നതിന് ദൈവാർഹതയില്ലാത്ത കൊയ്ത്ത് ദൈവം നിനക്ക് തരും. ഈ പകൽക്കാലം വിശ്വസിക്കുക, നിൻ്റെ സ്ഥിതി മാറുമ്പോൾ നീ കൊയ്യും. നിൻ്റെ തലമുറകൾ കൊയ്യും, നിൻ്റെ കുടുംബം കൊയ്യും, നിൻ്റെ മിനിസ്ട്രി കൊയ്യും, നിൻ്റെ സഭ കൊയ്യും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. സ്വർഗീയ നല്ല കർത്താവേ, എന്നോട് കൂടെ ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടട്ടെ, അവരുടെ സ്ഥിതി മാറട്ടെ. അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കൊയ്ത്ത് വിശ്വസ്തയോടെ കൊയ്തെടുക്കട്ടെ. ഹൃദയം നുറുങ്ങിയിരിക്കുന്നവരെ ഞാൻ ഈ പകൽക്കാലം ഈ വചനം അയച്ച് ബ്ലസ് ചെയ്യുക. അവരുടെ സ്ഥിതി മാറുന്ന പകലായി മാറട്ടെ. അനേക സാക്ഷ്യങ്ങൾ വിളിച്ചറിയിക്കട്ടെ. അനേക വ്യക്തികൾ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യട്ടെ. അവരുടെ ജീവിതത്തിനകത്ത് ഈ വചനം വലിയ ബ്ലെസ്സിങ് ആയിരുന്നു എന്ന് പറയത്തക്ക രീതി അനേകം ഞങ്ങളെ വിളിച്ച് സാക്ഷ്യം പറയട്ടെ. വചനത്തിൽ ഞാൻ അങ്ങനെ റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ സ്ഥിതി മാറ്റുന്ന, അവരിൽ കൊയ്ത്ത് വെളിപ്പെടുന്ന പകലായി മാറട്ടെ. ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിനെ, ആമേൻ. അതേ പ്രിയരെ, ദൈവം നിൻ്റെ സ്ഥിതി മാറ്റും എങ്കിൽ നിനക്കൊരു കൊയ്ത്തുണ്ട് നിശ്ചയം. ഈ പകൽക്കാലം ഈ സന്ദേശം നിങ്ങളോട് കൃത്യമായി സംസാരിച്ചു എന്ന് എനിക്ക് നന്നായി അറിയാം. പകൽക്കാലം നിങ്ങളോട് ദൈവം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ സന്ദേശം ഭാരത്തോടെ ഇരിക്കുന്ന മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും നിങ്ങളെപ്പോലെ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങൾക്ക് പ്രാർത്ഥന ആഗ്രഹമുണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക.
ഞങ്ങൾക്കറിയാം നിങ്ങൾ നിരന്തരമായി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നവരുണ്ടായേക്കാം. പക്ഷേ നിങ്ങൾക്ക് ലഭിച്ച ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യുക. ഞങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ എല്ലാ പ്രഭാതത്തിലും ഇതുപോലെ സന്ദേശം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പകൽക്കാലം പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു യാത്ര തിരിക്കാമോ? ഗോഡ് ബ്ലസ് യു. ആമേൻ, ആമേൻ, ആമേൻ.